ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് 8 പേര് ചേർന്ന് ഒരു ട്രെയിൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ സൗദി അറേബ്യയിൽ ഈ റെയിൽ ജേണി അധികം ആരും പ്രിഫർ ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വെക്കേഷന് ഞങ്ങൾ ദമാമിൽ നിന്നും അൽ ഹസ വരെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ദമാം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എല്ലാവരും അവിടെ അസംബിൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഈ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അൽ ഹസയിൽ കാണാനായിട്ട് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. പ്രധാനമായിട്ട് 2 ഗുഹകളാണ്. ഒന്ന് ഹഫൂഫിൽ, അതായത് ആലിബാബ ആൻഡ് 40 തീവ്സ് സ്റ്റോറിയിലെ ഗുഹ ഹഫൂഫിലാണുള്ളത്. പിന്നെ അതുപോലെ അൽ ഹസയിലാണെന്നുണ്ടെങ്കിൽ ജബൽ ഖാര, അതായത് ജൂദാ കേവ്, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ട് ജൂദാസ് ഒളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഗുഹ. എന്തായാലും ഞങ്ങൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ ഹഫൂഫിൽ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. വൈകുന്നേരത്ത് 5:30 ട്രെയിനിന് വരാനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ സിറ്റിയൊന്നുമല്ല കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഞങ്ങളുടെ ഫ്രണ്ട് ശ്രീജയുടെ വീട്ടിൽ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലുലു മോളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോയി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനകത്ത് നിൽക്കുവാണ്. ട്രെയിൻ വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നിൽക്കുവാണ്. ട്രെയിൻ വന്നു എന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങൾ പോകുന്ന ട്രെയിന്. അപ്പം പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുവാണ്. റമദാൻ്റെ ഫാസ്റ്റിംഗ് ആയത് കാരണം അധികം തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറാനുള്ള തത്രപ്പാടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നു. അപ്പോൾ ഞാനിച്ചിരി മുന്നോട്ട് ഓടി വന്ന് അവരുടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ ട്രെയിനിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു. എന്നിട്ട് നമുക്കിനി ട്രെയിനിലേക്ക് കയറാം. ഇത് മെർലി, ജയ, സ്മിത ബാബു, സിന്ധ്യ, സ്മിത ആർ, സ്മിത രജിത്ത്, ലീന. ഞങ്ങൾക്ക് 3 സ്മിതയുണ്ട് കേട്ടോ. ട്രെയിനിൽ കയറി എല്ലാവരും അവനവൻ്റെ സീറ്റിലൊക്കെ ഇരിക്കുവാണ്. ട്രെയിൻ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ട്രെയിനിൽ ഓരോ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുവാണ്. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പുറത്ത് നോക്കി കാര്യം പറഞ്ഞിരിക്കുവാണ്. ഈ സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാനൊന്നുമില്ല കേട്ടോ, മരുഭൂമി തന്നെ. അപ്പോൾ പിന്നെ നമുക്കിനി യാത്ര തുടരാം. റമദാൻ ആയത് കാരണം നമ്മുടെ സീറ്റിലിരുന്ന് ഒന്നും കഴിക്കാൻ പാടില്ല. വേണമെങ്കിൽ കഫ്റ്റീരിയയിൽ പോയി കഴിക്കാം. അപ്പം ഞങ്ങൾ വലിയ കാര്യമായിട്ട് കഫ്റ്റീരിയയിലോട്ട് ഇറങ്ങിയതാണ്. അവിടെ വന്നപ്പോൾ ഒരു ചെറിയ സാൻഡ്വിച്ചിന് 16 റിയാൽ. അപ്പം ഞങ്ങളത് ഉപേക്ഷിച്ചിട്ട് 2 പാക്കറ്റ് ചിപ്സ് മേടിച്ച് തേണ്ട ഞങ്ങൾ ഒരുമിച്ചൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുവാണ്. മരുഭൂമിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ അകലെ കാണുന്നത് നേച്ചുറലായിട്ടുള്ള മൺകൂനകളാണ്. അത് ഉറച്ച് പാറ പോലെ ഉറച്ച മണ്ണുകളാണ്. അത് നമ്മൾ ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് പോലെ, നമ്മൾ പണ്ട് നമ്മുടെ കേവ്സൊക്കെ കാണത്തില്ലേ, അതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രകൃതിദത്തമായി തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി അടുത്ത് ഹഫൂഫ് എത്തുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു ചെറിയ ഒരു ടൗൺ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഹഫൂഫിലെത്തി ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും ഞങ്ങൾ ട്രെയിൻ ജേണി വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. തിരക്കില്ലാതിരുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത് ടാക്സി വിളിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ടാക്സി 2 പേരും കൂടെ വിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഞങ്ങൾ പിന്നെ ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ടാക്സി കിട്ടി. ഒരു 7 സീറ്ററാണ്. അതിനകത്ത് ഞങ്ങൾ 8 പേരും കൂടെ ഇടിച്ച് കയറി. കയറാൻ പാടില്ലെന്നാണ്. എന്തായാലും ആ ഒരു ഈജിപ്ഷ്യൻ ഡ്രൈവറായിരുന്നു, പുള്ളിക്കാരനെ സോപ്പിട്ട് ഞങ്ങൾ കയറി. ഇനി ഞങ്ങൾ ലുലുവിലേക്ക് പോവാണ്. ഞങ്ങൾ ലുലുവിൽ എത്തിക്കഴിഞ്ഞു. വലിയ കാര്യമായിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്ത് അതിട്ടുകൊണ്ട് ഞങ്ങൾ റീൽസ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് കയറിപ്പോയി. പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നും വാങ്ങാതെ ഞങ്ങൾ തിരികെ വന്നു. പിന്നെ ശ്രീജയുടെ വീട്ടിലെത്തി. നല്ല വിശപ്പായത് കാരണം വന്ന പാടെ എല്ലാവരും ചോറ് കഴിക്കാനായിട്ട് തുടങ്ങി.
ശ്രീജ ചോറും കറിയും പ്രഥമനും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാവരും ഓരോ കറികൾ കൊണ്ടുപോയി. അപ്പോൾ ഒത്തിരി കറികളുണ്ട്. അപ്പോൾ എല്ലാ കറികളും കൂടെ ആയപ്പോഴത്തേക്കും എന്തൊക്കെ എടുക്കണമെന്ന് ആർക്കും അറിയത്തില്ല. തോരൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. ക്യാബേജ് തോരൻ, പിന്നെ ചീരത്തോരൻ, ബീൻസ് തോരൻ, പിന്നെ പച്ചടികൾ, പൈനാപ്പിൾ പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, അങ്ങനെ സെയിം. പിന്നെ നല്ല നാടൻ ചമ്മന്തി, അങ്ങനെ എല്ലാം കൊണ്ട് തേണ്ട ചേമ്പ് മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടെടുത്ത് കാര്യമായിട്ട് ഞങ്ങളങ്ങ് കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത് പിന്നെ റീൽസിൻ്റെ പ്രാക്ടീസായി. അങ്ങനെ വളരെ കാര്യമായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് വേറെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും കൂടെ വന്നിരുന്ന് അങ്ങോട്ട് റീൽസ് ചെയ്യുവാണ്. ഇത് ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ. ഒരാൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അടുത്ത് വേറൊരാൾ ഇങ്ങോട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കുളമാക്കി പിന്നെ അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഹൊഫു സ്റ്റേഷനിലെത്തി. അവിടെയും കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ട്രെയിനിനകത്ത് കയറിയപ്പോഴത്തേക്കും നോമ്പ് തുറക്കാൻ സമയമായി. അങ്ങനെ ഇഫ്താർ കിറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ എല്ലാവരും അതൊന്ന് തുറന്ന് നോക്കി കഴിക്കാൻ തുടങ്ങുവാണ്. ആർക്കും വിശപ്പൊന്നുമില്ല, കാരണം അത്രയ്ക്കും ഫുഡ് കഴിച്ച് ഒന്നും ദഹിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അത് കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഒന്ന് കഴിക്കുവാണ്. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. സമയം 7:35 നല്ലവണ്ണം ഇരുട്ടി. അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞ് പിരിയുവാണ്. അപ്പം ഞാനും നിങ്ങളോട് ബൈ പറയുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.